പേര് യൂസുഫ്, ഇതിന്റെ മില്ലിന്റെ പേര് കല്ലിങ്ങൽ ഫ്ലവർ മില്ല്. ഇത് കാനൂര് കുന്നുംപുറം മൂല എന്ന സ്ഥലത്താണ് ഇത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എൻ്റെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൻ്റെ നമ്മളെ സ്ഥലത്ത് കുറച്ച് 5 സെൻറ്റ് സ്ഥലം അതിന് ചെയ്തിട്ട് അതിൽ ബിൽഡിങ് ഉണ്ടാക്കാൻ കാരണം നമ്മുടെ വാപ്പയാണ്. നമ്മൾക്ക് 40-40 വർഷമായിട്ട് തേങ്ങൻ്റെ ബിസിനസ്സാണ്. കൊപ്പര തേങ്ങ ആൾക്കാരൊക്കെ പച്ച തേങ്ങ പുറത്ത് വാങ്ങിയിട്ട് അത് കൊപ്പരാക്കിയിട്ട് മാർക്കറ്റിൽ കോഴിക്കോട് വലിയങ്ങാടിയിൽ അത് മറ്റു സ്ഥലങ്ങളിലൊക്കെ കൂടെ അത് കച്ചവടത്തിന് ഒരു ഡിമ്മ് വന്നപ്പോൾ വാപ്പാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് ഒരു മില്ല് തുടങ്ങാനുള്ള. അങ്ങനെ വാപ്പ തുടങ്ങി വെക്കുന്ന സമയത്ത് വാപ്പാക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് അപ്പോൾ അത് മെഷീനറികളൊക്കെ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് വാപ്പ ഇത് ഫുൾ പൈസ റെഡി കാശിന് മെഷീൻ തുടങ്ങാനുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ വാപ്പായ അസുഖം വന്ന് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയി വാപ്പ മരിച്ചു. അപ്പോൾ പിന്നെ ആ പരിപാടി പെട്ടെന്ന് അങ്ങനെ നിർത്തിവെച്ച്. പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്നോട് പറഞ്ഞ് അതായത് വാപ്പാൻ്റെ ആഗ്രഹമില്ല അത് നീ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ നോക്കുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് തുടങ്ങാനുള്ള സാഹചര്യം ഇല്ല. അങ്ങനെ ഞാൻ 2-3 സ്ഥലത്ത് പോയി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി മുഖാന്തരം അവിടെ വ്യവസായ വകുപ്പിൻ്റെ ജോലി ചെയ്യണവർ എനിക്ക് ബാങ്ക് മുഖാന്തരം ഇത് ശരിയാക്കി തന്നെ എല്ലാ കടലാസുകളും ഇത് കാര്യങ്ങളെല്ലാം അവർ പഞ്ചായത്തിൽ ചെയ്യുന്ന വ്യവസായ വകുപ്പിൻ്റെ അവരാണ് എനിക്ക് ശരിയാക്കി തന്നത്. അങ്ങനെ വ്യവസായ വകുപ്പ് മുഖാന്തരം എനിക്കിത് ഇപ്പോൾ കറണ്ടിൻ്റെതും അതിൻ്റെ എല്ലാ ഇതും ശരിയായതും ഈ പൈസ ലോൺ ശരിയായതും എല്ലാം വ്യവസായ വകുപ്പിൻ്റെ കീഴിലാണ്. അരി ഉണങ്ങിയതും ഗോതമ്പ് ഉണങ്ങിയതും പൊടിക്കണ മെഷീനാണ്. ഇതിൽ എത്ര അരി രായി അതുപോലെ മറ്റേ എല്ലാ സാധനങ്ങളും ഉണങ്ങിയ ധാന്യങ്ങൾ പൊടിക്കുന്നത്. അതേമാതിരി ഇത് മുളക് പൊടിക്കുന്ന മെഷീനാണ്. അതേമാതിരി വീട്ടിൽ നമ്മുടെ അരികൾ കുക്കിന് നനച്ചിട്ട് പൊടി അത് ഇതാക്കിയിട്ട് പൊടിച്ചിട്ട് ഇതാക്കണം. അതിൽ കഴിഞ്ഞ ദിവസം ഇതിൽ വറുക്കുന്നതും മെഷീനാണ്. അതേമാതിരി ഇത് മല്ലി പൊടിക്കണ മെഷീന്. അതേമാതിരി കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ മെഷീനിലേക്ക് കൊടുത്തിട്ട് ഇത് മറ്റേ ആട്ടല് അങ്ങനെയാണ് വെളിച്ചെണ്ണ ഉണ്ടാകുന്നത്. അതിന് വെളിച്ചെണ്ണ ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മല്ലി സാധനങ്ങളൊക്കെ കഴുകി ഉണക്കി ഇതിൽ വറുത്തിട്ടാണ് ചെയ്യുന്നത്. അതേമാതിരി അരി പിടിച്ച് വറക്കുന്നതും പിന്നെ മല്ലിയൊക്കെ പൊടിച്ച് അത്രയും ഭദ്രമായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് പാക്കറ്റ് അതേമാതിരി